ഇപ്പോൾ ഇവിടെ കുറച്ച് നെല്ലിക്കയുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകുണ്ട്. പിന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ബോട്ടിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടികൾ, അച്ചാറ് പൊടി ഇട്ട്, അച്ചാറ് പൊടി, കടുക് പൊടി, ഉലുവ, അപ്പോൾ ഇതൊക്കെ പൊടിയായിട്ട് പൊടിച്ചിട്ട് പിന്നെ അച്ചാറ് പൊടി ചേർത്തിട്ട് നെല്ലിക്ക ഇട്ടിട്ട് നിറയെ നല്ലെണ്ണ ഒഴിച്ച് 4-5 ദിവസം ഒരാഴ്ചയോളം വെയിലത്ത്, നല്ല വെയിൽ കൊള്ളിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നെല്ലിക്കയൊക്കെ എടുത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിൽ കുറച്ച് ഇങ്ങനെ ഈ കൂട്ടും ഒക്കെ ഉണ്ട്, എണ്ണയും ഉണ്ട്. അപ്പം നമ്മൾക്ക് അത് നമ്മളിങ്ങനെ കളയാതെ നമ്മളിന്ന് കുറച്ച് നെല്ലിക്കയും കൂടി അച്ചാറിടാനാണ്. അപ്പോൾ ഇതിൽ നമ്മളിട്ട നെല്ലിക്കയ്ക്ക് നമ്മൾ അടുപ്പത്തൊന്നും വെച്ചിരുന്നില്ല. വെയിൽ കൊള്ളിക്കുക മാത്രമായിരുന്നു. ബോട്ടിൽ അച്ചാറിട്ടിട്ട് ഒരാഴ്ചയോളം അതിനെ വെയിലത്ത് ദിവസം വെയിലത്ത് വെക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി അടയ്ക്കാണ്ട് എയർ പുറത്തേക്ക് പോകാനോ കണക്കിന് ഇങ്ങനെ വെച്ചിട്ട് തുടർച്ചയായിട്ട് നല്ലോണം വെയിൽ കൊള്ളിച്ചിരുന്നു. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് തുറന്ന് തന്നെ വെച്ചിട്ട് വെയിൽ കൊള്ളിക്കും. അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെയിൽ കൊള്ളിച്ചതാണ്. അപ്പോൾ അതിൽ ഈ നെല്ലിക്കയൊക്കെ വെച്ച് നല്ലോണം അതിൽ കൂട്ട് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇതിലുള്ള ഈ നെല്ലിക്ക നമുക്ക് ഒരല്പം നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നുള്ളൂ. ഇതിപ്പം നല്ലോണം എണ്ണ ഉണ്ടല്ലോ. കടുക് ചേർത്തിട്ട് ആദ്യം ചേർത്തതിൽ ധാരാളം ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിതിപ്പോൾ കുറച്ചായിട്ട് മാത്രം ചേർക്കുന്നുള്ളൂ. ഇച്ചിരി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകും, ചേർത്ത് ഇപ്പം മഞ്ഞൾ പൊടി, നല്ലോണം ചൂടായിക്കോട്ടെ. നമുക്ക് ഈ അച്ചാറ് ഇതിലൂടെ ചേർക്കുവാണ്. അച്ചാറെല്ലാം നെല്ലിക്ക നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും.
തിളയ്ക്കുന്നില്ല. ചൂടായിട്ട് ആ പുളി പച്ചമുളകും ഒക്കെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. നമുക്ക് ഈ എണ്ണയും ഈ കൂട്ടും കൂടി ഇത് ചേർക്കാണ്. വേറൊരു ബോട്ടിലുണ്ടായിരുന്നു, അടുത്ത ബോട്ടിലെ കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ വെയിലത്തൊക്കെ വെച്ചിട്ട് പൂപ്പലൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മളിത് കുറച്ച് ദിവസം വെയിലത്ത് വെക്കും. നല്ല വെയിൽ കിട്ടുന്നെങ്കിൽ ഒരു ദിവസം വെച്ചാലും മതി, അല്ലെങ്കിൽ 3-4 ദിവസം വയ്ക്കാം. അതുപോലെ വെയിൽ കൊള്ളിക്കാം. അങ്ങനെ ആകുമ്പോൾ പൂപ്പലൊന്നും വരില്ല. കുറവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്തേക്ക്. നമ്മളിത് വെയിലത്ത് കൊണ്ട് വെക്കുന്ന കാണിക്കാം. നേരത്തെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പണ്ട് അമ്മയുടെ വല്യമ്മായി ഇങ്ങനെ കൊണ്ടാട്ടമുളകൊക്കെ വെളുത്ത് വെക്കണ കണ്ടിട്ടുണ്ട്. പിന്നെ മാഷിൻ്റെ മുത്തശ്ശി ഇതേപോലെ അച്ചാറും മുളകും ഒക്കെ വെളുത്ത് വെക്കണം കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിപ്പം ഇവിടെ ഡൽഹിയിലെത്തി നമ്മുടെ ഒരു പരിചയത്തിലൊരു കുട്ടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ അച്ചാറിട്ടതും പൊടിച്ച് ഒക്കെ ആദ്യം ആദ്യത്തെ നമ്മൾ വീഡിയോ എടുത്തില്ല പറഞ്ഞില്ലേ, അത് അച്ചാറൊക്കെ ഇട്ട് തന്ന്. അപ്പോഴാണ് അവരിങ്ങനെ ചെയ്യലുണ്ട് പറഞ്ഞു, ഈ അരപ്പും എണ്ണയൊക്കെ അധികമായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ഇത്തവണ ഞാൻ തന്നെ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് വെയിലത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അതിൽ നല്ല ഉപ്പലാവാത്തതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ നമ്മൾ ടെറസിൽ ഡെയിലി കുറച്ച് നേരം എന്തിനേലുമൊക്കെ ചിലവഴിക്കുമല്ലോ. പിന്നെ തുണി വിരിക്കാനും തുണി തിരിച്ചെടുക്കാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ തുറന്ന് വെച്ച് വെയിൽ കൊള്ളിക്കും. നമ്മൾ പോരുമ്പം അത് ഫുള്ള് ടൈറ്റാക്കാണ്ട് മൂടി ബോട്ടിലിന് മുകളിൽ വെച്ചിട്ട് പോരും. ഒന്നാമതേ സൗണ്ടില്ല,
പോരാത്തതിന് ഇപ്പം നല്ല ഒരു സ്ട്രെയിന് പ്രയാസമുണ്ട്. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ചീത്ത വിളിക്കാത്ത, പറയാത്ത, നിങ്ങളോട് ദേഷ്യം പിടിക്കാത്ത, അങ്ങനെ നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉള്ളവർക്കാണെങ്കിൽ ഷെയർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇറക്കി കൊടുത്താൽ മതിയാവും.